റിപ്പോർട്ടർ ബ്രേക്കിംഗ്. +1 രണ്ടാം അലോട്ട്മെന്റ് വന്നതിന് ശേഷവും മലബാറിൽ അപേക്ഷകരിൽ പകുതിയോളം പുറത്ത്. 1,00,000-ലധികം വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. 47,285 സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സീറ്റുകൾ പരിഗണിച്ചാലും 72,709 വിദ്യാർത്ഥികളുടെ തുടർ പഠനം പ്രതിസന്ധിയിലാകും. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി. ജില്ലയിൽ 82,753 അപേക്ഷകളിൽ 39,748 പേർക്കാണ് അവസരം കിട്ടിയത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, മലബാർ മേഖലയിൽ +1, +2 സീറ്റ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാലങ്ങളായ പ്രതിസന്ധി തുടരുന്നുണ്ട്. ഇത്തവണ അത് കൂടുന്നുവോ? മാധു, പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി. അത് തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് MSF ഉൾപ്പെടെയുള്ളവ. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുമെന്നായിരുന്നു ഇലക്ഷന് നൽകിയിട്ടുള്ള വാഗ്ദാനം അത്രയും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും ഇതാ വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ. നമുക്ക് ആ കണക്കുകൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ്. മലബാറിൽ മാത്രം 1,19,994 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രാജ്യത്തെ 2 അലോട്ട്മെന്റ് വന്നതിന് ശേഷം അവശേഷിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് 47,285 നമുക്കറിയാം. ഇത്രയും കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 47,285 എന്നുള്ളതാണ്. മലബാറിലെ ആകെ അപേക്ഷകരുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 2,43,444 എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഈ മൂന്നാമത്തെ അലോട്ട്മെന്റിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ അതിൽ ബാക്കിയുള്ളത് 47,285 എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്ക് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതായത് മൂന്നാം അലോട്ട്മെന്റിലേക്ക് വരുന്ന ഈ 42,000-ലധികം വരുന്ന സീറ്റുകൾ പരിഗണിച്ചാൽ പോലും പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 72,709 എന്നുള്ളതാണ്. അത്രയും കുട്ടികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മലപ്പുറം ജില്ലയെയാണ് ഇത് പ്രധാനമായി ബാധിക്കുക എന്നുള്ളതാണ്. 82,753 അപേക്ഷകളാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ സീറ്റ് ലഭിച്ചിട്ടുള്ളത് 39,748 പേർക്ക് മാത്രമാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. 43,005 പേർക്ക് പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ 18,107 സീറ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിൽ ബാക്കി വരുന്നത് 23,742 വിദ്യാർത്ഥികളാണ്. അത്രയും വിദ്യാർത്ഥികൾ മലപ്പുറത്ത് മാത്രം ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു ഗൗരവമുണ്ട് എന്നുള്ളത് നമുക്ക് അധികാരികൾക്ക് മുന്നിൽ വെക്കേണ്ടതാണ്. എന്തായാലും അവസാനമൊക്കെ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് കണ്ടുവരുന്നത്. പക്ഷേ അധിക ബാച്ച് അനുവദിക്കുമ്പോഴും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ശാശ്വതമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട പ്രതീക്ഷ. മാറും. ശരി, 70,000-ലധികം കുട്ടികളുടെ അലോട്ട്മെന്റ് ആണ് ഇനി നടക്കാനുള്ളത്. 40,000 സീറ്റുകളേ ഉള്ളൂ. 10,000-30,000 കുട്ടികൾക്ക് എവിടെ പഠിക്കാൻ കഴിയും, അതിനുള്ള സാധ്യത ഉണ്ടാകുമെന്നൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അധിക ബാച്ചുകൾ നൽകിയാണ് സാധാരണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പോഴും സോണകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കുക. നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ ഇഷ്ടമുള്ളത് പഠിക്കണം എന്നുള്ളത്. ആ സാഹചര്യം ഒഴിവാകുന്നുണ്ടോ ഈ സ്കൂളുകളുടെ സീറ്റുകളുടെയൊക്കെ പ്രശ്നത്തിൽ എന്നുള്ളത്? ഇപ്പോൾ പൊട്ടിമുളച്ച പ്രശ്നമല്ല, തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷെ നമുക്കിത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധികൾ, പരിമിതികൾ നിലനിൽക്കുന്നു എന്നതാണ്.